ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നീതിയാണെന്ന് അറിയുവാൻ വേണ്ടിയാണ് പരിശോധനകൾ വരുന്നതെന്നും പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസമാണ് ഒരു ഭക്തന് ആവശ്യമായിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ പരിശോധനയിൽ നമ്മുടെ വിശുദ്ധി, വിശ്വസ്തത, വിശ്വാസം എന്നിവ ദൈവത്തിന് അറിയാൻ കഴിയും. പിശാച് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുക എന്ന്. ദൈവജനമേ, അതുകൊണ്ട് നമ്മിൽ രഹസ്യമായിരിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ നമുക്ക് പരിശോധനകൾ നൽകും. ദൈവത്തിന്റെ അതിമഹത്വമുള്ള നാമം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അഴിച്ചപ്പെടുമാറാകട്ടെ. ഏജിയം ഫോർ ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബിൽ ഒരു എപ്പിസോഡ് കൂടെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യാക്കോബിന്റെ ലേഖനത്തെ ആസ്പദമാക്കി വിശ്വാസത്തിന്റെ പരിശോധനയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതും. ദൈവം എന്തിന് പരിശോധനകൾ അനുവദിക്കുന്നു എന്ന് പഠിക്കുവാനും അതിൻ്റെ ഉത്തരം ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നീതിയാണെന്ന് അറിയുവാൻ വേണ്ടിയാണ് പരിശോധനകൾ വരുന്നതെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. ബൈബിൾ ആകമാനം നാം പഠിച്ചാൽ പരിശോധനകളെ അല്ലെങ്കിൽ പരാജയങ്ങളെ വിജയത്തിലേക്കും, പ്രതികൂല സാഹചര്യത്തെ, പരീക്ഷയുടെ കാലത്തെ അല്ലെങ്കിൽ കഷ്ടങ്ങളുടെ കാലത്തെ പ്രയോജനത്തിലേക്കും നയിച്ച അനേകം വ്യക്തിയുടെ ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നാം വിശ്വാസ സമൂഹം പ്രതികൂലങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം. വചനത്തിൽ പ്രതികൂലങ്ങളിൽ പരാജയപ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് വിജയം പ്രാപിച്ചവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ അനുഭവം നമുക്കും പ്രാപിക്കുവാൻ കഴിയും. പ്രിയ ദൈവജനമേ, ബാഹ്യ പരിശോധനകൾ എത്ര കഠിനമായാലും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനകൾ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. 1-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ യാക്കോബ് ഈ ലേഖനത്തിൽ 6 പ്രധാന കാര്യങ്ങൾ പെടുത്തിയിരിക്കുന്നു. അതിൽ ഒന്ന് പരിശോധനകളുടെ ഉദ്ദേശമാണ്. രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പ്രലോഭനത്തിന്റെ, ഈ ട്രയലിന്റെ, ഈ ടെംപ്റ്റേഷന്റെ ഉറവിടം എന്താണെന്ന് അവിടെ പറയുന്നു. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് വചനത്തെ പ്രവർത്തിക്കുന്നവരായി, ചെയ്യുന്നവരായി
നാം മാറുക എന്നുള്ളതാണ്. നാലാമതായി വീണ്ടും യാക്കോബ് പറയുകയാണ്, പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസമാണ് ഒരു ഭക്തന് ആവശ്യമായിരിക്കേണ്ടത്. അത് മാത്രമല്ല, അഞ്ചാമതായി അദ്ദേഹം പറയുന്നു, വിവേചനം കാണിക്കാൻ പാടില്ല. അവസാനമായി ഈ യാക്കോബ് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ നാവിനെ സൂക്ഷിക്കണമെന്നും യാക്കോബ് ഈ അധ്യായത്തിലൂടെ നമ്മെ വെളിപ്പെടുത്തും. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, അവന്റെ അനുഗ്രഹങ്ങൾ നീതിയാണെന്ന് അറിയുവാൻ വേണ്ടിയാണ് പരിശോധനകൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, നാം പഠിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മിൽ രഹസ്യമായിരിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം പരിശോധനകൾ അനുവദിക്കുന്നത്. പരിശോധനകൾ നമ്മുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ ആത്മീയ നിലവാരം അളക്കുവാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു വിശ്വാസിയുടെ ആത്മീയത അളക്കുന്നതിനുള്ള അളവുകോൽ എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദൈവത്തോളം വലിപ്പമുള്ള ദൈവത്തിന്റെ വചനത്താലാണ്. അങ്ങനെയെങ്കിൽ പരിശോധനയിൽ നമ്മുടെ വിശുദ്ധി, വിശ്വസ്തത, വിശ്വാസം എന്നിവ ദൈവത്തിന് അറിയാൻ കഴിയും. യേശു പരീക്ഷ ജയിച്ചത് വചനത്തിലൂടെയാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശോധനകൾ വരുമ്പോൾ നാം വചനത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിനെ മരുഭൂമിയിൽ വെച്ച് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ യേശു ജയിച്ചത് വചനത്തിലൂടെയാണ്. 40 ദിവസം രാവും പകലും ഉപവസിച്ചതിന് ശേഷം യേശുവിന് വിശന്നു. ശ്രദ്ധിക്കണം, നമ്മുടെ ദൈവം മനുഷ്യനായി ജഡാവതാരം എടുത്തു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, തന്റെ ദൈവത്വം ഇല്ലാതാക്കിക്കൊണ്ടല്ല ദൈവം ജഡാവതാരം എടുത്തത്. ദൈവത്വത്തോടു കൂടിയാണ് മനുഷ്യനായി ജഡാവതാരം എടുത്തത്. അപ്പോൾ തന്നെ എല്ലാ ദൈവമക്കളും പറയുന്നത് പോലെ നമ്മുടെ യേശു 100% മനുഷ്യരും 100% ദൈവവുമായിരുന്നു. ദൈവത്തിന്റെ സകല സവിശേഷതകളും ഉള്ള വ്യക്തിത്വമായി ഇന്നും നിലകൊള്ളുന്നു. പരീക്ഷിച്ചപ്പോൾ നമുക്കറിയാം, മൂന്ന് കാര്യമാണ് പരീക്ഷയിൽ പിശാച് എടുത്തിരിക്കുന്നതെന്ന് ഉള്ളത് നമുക്കറിയാം. പിശാച് യേശുവിനോട് പറഞ്ഞത്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അതിന് മറുപടിയായി പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും എന്ന് മറുപടി പറഞ്ഞു. രണ്ടാമതായി വീണ്ടും പിശാച് യേശുവിനോട് പറയുന്ന ഒരു കാര്യം കൂടി, നീ ദൈവപുത്രനെങ്കിൽ ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വേദഭാഗം കൂടെ ഈ പിശാച് അവിടെ പറയുന്നതായിട്ട് എഴുതി വെച്ചിരിക്കുക. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞു. ആ സമയത്ത്
യേശു പറഞ്ഞ മറുപടി ഇതാണ്: നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ രണ്ട് ഇൻസിഡന്റിലും യേശു ജയിച്ചത് വചനത്തിലൂടെയാണ്. മൂന്നാമതും യേശു ജയിക്കുന്നത് വചനത്തിലൂടെയാണ്. പിശാച് യേശുവിനോട് പറയുന്നുണ്ട്, നീ വീണ് നമസ്കരിച്ചാൽ, എന്നെ വീണ് നമസ്കരിച്ചാൽ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് മറുപടി പറഞ്ഞു. ഒരു ദൈവജനമേ, അതുകൊണ്ട് നമ്മിൽ രഹസ്യമായിരിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ നമുക്ക് പരിശോധനകൾ നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. രണ്ടാമത്തെ ഉത്തരവതാണ് എന്തുകൊണ്ടാണ് ദൈവം പരിശോധനകൾ അനുവദിക്കുന്നത്. അത് മാത്രമല്ല, നമ്മിൽ രഹസ്യമായിരിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്തുവാനാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. പരിശോധനകൾ വരുമ്പോൾ നമ്മുടെ അഹംഭാവത്തെ, അഹങ്കാരത്തെ ഒരുപക്ഷെ വെളിപ്പെടുത്തുവാൻ മനുഷ്യൻ ധൃതി കാണിക്കും. അവന്റെ അഹങ്കാരം വെളിപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് അവന്റെ ഹൃദയവിചാരങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം പരിശോധനകളെ അനുവദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 3, ഇപ്പോൾ നമുക്ക് എത്ര അനുഗ്രഹങ്ങളുണ്ട് പ്രൈസ് ദി ലോർഡ് എന്നറിയുക. നമ്മെ പരീക്ഷയിലേക്ക്, പരിശോധനയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് 2 ഇരട്ടിയായി അനുഗ്രഹങ്ങളെ നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇപ്പോൾ എത്ര അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഒന്നറിയണം. പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവും അതിനു മുമ്പുള്ള അനുഗ്രഹം തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ, പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ മിത്രമേ, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, നമ്മെ ഇരട്ടിയായി അനുഗ്രഹിക്കുവാനാണ് ദൈവം പരിശോധനകളെ നൽകുന്നത്, അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിലൂടെ 2 വ്യക്തിത്വങ്ങളെ അതിനാധാരമായി പരിചയപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ ടെംപ്റ്റേഷനിലും നമ്മുടെ ട്രയൽസിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും ഒക്കെ ഒരു അനുഗ്രഹം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ദൈവജനം മനസ്സിലാക്കണം. പരിശോധനകൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുവാനല്ല, പരിശോധനകൾ നമുക്ക് ഇരട്ടി അനുഗ്രഹങ്ങൾ നൽകുവാൻ വേണ്ടിയാണ് എന്ന് നാം പഠിക്കണം. ജോസഫിന്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അവന്റെ പരീക്ഷകൾ, അവന്റെ കഷ്ടപ്പാടുകൾ. ആ പരിശോധനയിൽ, ആ കഷ്ടപ്പാടിൽ അവന് ഒറ്റപ്പെടൽ ഉണ്ടായിട്ടുണ്ട്, കുറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്, തള്ളപ്പെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയണം ദൈവമക്കളെ, പരിശോധനയിൽ ഉള്ളതാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്, പരിശോധനയിൽ ഉള്ളതാണ് കുറ്റപ്പെടുത്തൽ എന്നുള്ളത്, പരിശോധനയിൽ ഉള്ളതാണ് തള്ളപ്പെടൽ എന്നുള്ളത്. 13 വർഷം പോരാട്ടത്തിന്മേൽ പോരാട്ടം, ജയിൽവാസം വരെയും അവന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കണം, മിസ്രയീമിന്റെ ഒരു പ്രധാനിയായി, രണ്ടാമനായി 80 വർഷം അവൻ ആയിത്തീർന്നുവെന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും.
ശോധനയും പരീക്ഷയും കഷ്ടതയും പരിശോധനയും ഒക്കെ അനുഭവിച്ചതിന്റെ 6 മടങ്ങിലധികം സുഖവും സന്തോഷവും അവന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രിയ ദൈവജനമേ, ഈ സമയത്ത് ഞാൻ നിങ്ങളോടൊരു ദൂത് വിളിച്ചു പറയുന്നു. നാം നേരിട്ട പരിശോധനകളുടെ എണ്ണം, അല്ലെങ്കിൽ നാം പരിശോധന നേരിട്ട ദിവസങ്ങൾ തിട്ടപ്പെടുത്തി വെച്ചോ, അതിന്റെ 10 മടങ്ങ് സന്തോഷം ഈ ദിവസങ്ങൾ അനുഭവിക്കുവാനുള്ള ദിനങ്ങൾ വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ടല്ല, പക്ഷേ ആ പരിശോധനകളിൽ നമ്മൾ വിജയം പ്രാപിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തിയെ കഴിഞ്ഞ എപ്പിസോഡിലും നമുക്ക് കാണുവാൻ കഴിഞ്ഞു. യോബിനെ കുറിച്ചാണ്. യോബിന്റെ കഷ്ടത എന്ന് പറയുന്നത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 6 മാസക്കാലമാണ് എന്നാണ് പറയുന്നത്. യോബിന്റെ പിൻകാലത്തെ മുൻകാലത്തെക്കാൾ അനുഗ്രഹിച്ചു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിശോധനയിൽ കൂടെ കടന്നുപോയ വിശ്വാസ ജീവിതമേ, നമ്മുടെ പിൻകാലവും ഇപ്പോഴുള്ള കാലവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. സ്തോത്രം. നാം പരിശോധന പരീക്ഷ അനുഭവിച്ചതിന്റെ വെളിച്ചത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലേ? ഇല്ല എന്ന് ഒരു വിശ്വാസിക്കും പറയുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ കൃപയുടെ കാലം യോബ് ധാരാളം അനുഭവിച്ചു എന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. 140 വർഷം ജീവിച്ചിരുന്ന് മക്കളെയും കൊച്ചുമക്കളെയും 4 തലമുറയും കണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ ഇറങ്ങി പറയട്ടെ. യോബ് അനുഭവിച്ച കഷ്ടപ്പാടിന്റെ 280 മടങ്ങ് സന്തോഷം അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ യോബിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. തനിക്ക് പിൻകാലത്തുണ്ടായിരുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ ഇരട്ടിയായി ലഭിക്കുവാനും ഇടവന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സമയം ഞാൻ വിളിച്ചു പറയുക, പരിശോധനകൾ നമുക്ക് വരുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ ഇരട്ടിയായി അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. നീ മുൻപേ ആയിരുന്ന അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ വേണ്ടിയാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശോധനകൾ ദൈവം അനുവദിക്കുന്നത്. പക്ഷേ ആ പരിശോധനകളെ നാം വിശ്വാസത്താൽ നേരിടണം. ആ പരിശോധനകളെ നമുക്ക് വിശ്വാസത്തിൽ ജയിക്കുവാൻ കഴിയണം. ആ പരിശോധനകളെ ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ആശ്രയത്താലും നമുക്ക് ജയിക്കുവാൻ കഴിയണം. ഈ അനുവദിച്ച സമയം, ഈ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് എന്തിനാണ് ദൈവം നമുക്ക് പരിശോധനകൾ അനുവദിക്കുന്നത്? 2 പോയിന്റ് കൂടെ നമുക്ക് പഠിക്കുവാൻ ഇടവന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് പരിശോധനകളെ നമുക്ക് എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും, എങ്ങനെ നേരിടുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഈ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശോധനകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയ്ക്കു വേണ്ടിയല്ല, നന്മയ്ക്കു വേണ്ടി കൂടി വ്യാപരിക്കുന്നു എന്നറിഞ്ഞ് പരിശോധനകളെ വിശ്വാസത്താൽ നേരിടുവാനുള്ള ദൈവകൃപ ഉയരത്തിൽ നിന്ന് നൽകി ദൈവം നമ്മെ മാനിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ദൈവജനം, ഈ വചനത്തിലൂടെ പരിശോധനയിൽ മനം നൊന്തു പോകാതെ, നമ്മുടെ ഹൃദയം വിഷാദത്തിൽ നമ്മൾ പോകാതെ,
പരിശോധനയെ വിശ്വാസത്തോടെ നേരിടുവാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.